കുഞ്ഞുങ്ങളുടെയും ചെറുപ്പക്കാരുടെയൊക്കെ ജീവിതം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ വൾണറബിൾ ആയിക്കൊണ്ടിരിക്കുന്നു, വളരെ ചലഞ്ചിങ് ആയിക്കൊണ്ടിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ചുറ്റും, പ്രത്യേകിച്ച് കൊച്ചു ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ആവശ്യമാണ്. അധ്യാപകർക്കൊക്കെ വലിയ പരിശീലനം ആവശ്യമാണ്. എന്ത് പരിശീലനമാണ് അധ്യാപകർക്ക് വേണ്ടത്? പ്രത്യേകം വെച്ച് അധ്യാപകർക്ക് തന്നെ അവരെ തന്നെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ, അവരെ തന്നെ ഒന്ന് റീജുവനേറ്റ് ചെയ്യാൻ, അവരെ തന്നെ ഒന്ന് എനർജൈസ് ചെയ്യാൻ, അവരുടെ പേഴ്സണാലിറ്റിയിൽ കുറേ കൂടെ വർധനമുണ്ടാക്കാനൊക്കെയുള്ള പരിശീലനങ്ങൾ അവർക്ക് വളരെ ആവശ്യമാണ്. കുട്ടികളുടെ മനഃശാസ്ത്രത്തെ പറ്റി അവർ അറിയേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ പഠിക്കാൻ അവർ തയ്യാറാവേണ്ടതായിട്ടുണ്ട്. കുറേ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ കുട്ടികളെ പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ക്ലാസ് റൂം എങ്ങനെ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം, ക്യാമ്പസിൽ എങ്ങനെ നമ്മുടെ ലീഡർഷിപ്പ് കൊണ്ടുവരാം, ഒരു സ്കൂളിനകത്ത് എന്തെല്ലാം റീഫോർമേഷൻസ് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്, കുട്ടികളുടെ ജീവിതത്തിൽ എന്തെല്ലാം സ്വാധീനങ്ങൾ നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, എന്ത് മാറ്റമാണ് അടുത്ത അധ്യയന വർഷം നമ്മൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. കുട്ടികൾ ജൂൺ 1 തീയതി വരുമ്പോൾ അവർ പുതിയ ബാഗും പുതിയ പുസ്തകവും പുതിയ ഉടുപ്പുകളും ഒക്കെ ഇട്ടുകൊണ്ട് അവർ വരുമ്പോൾ പഴയ അധ്യാപകനെയാണോ അവർ കാണേണ്ടത്? വളരെ മാറ്റം വന്ന, വളരെ കരുത്തരായ, വളരെ കോൺഫിഡൻ്റായ അധ്യാപകരെ അവർക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിന് നല്ല പരിശീലനങ്ങൾ അധ്യാപകർക്ക് ഈ സമയത്ത് ഉറപ്പുവരുത്തണം. പേരൻസ് എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ ഈ അവധിക്കാലത്ത് നന്നായി പരിശീലിക്കപ്പെട്ടു, ശരിയായ രീതിയിൽ ആധുനികമായ രീതിയിലുള്ള പരിശീലനങ്ങളൊക്കെ അവർക്ക് ലഭിച്ചു എന്ന് ഉറപ്പാക്കുക. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്.